بالله من الشيطان الرجيم وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഉണ്ടാകുന്നതിനേക്കാളും നമുക്കേറെ റാഹത്തും സന്തോഷവുമുള്ള കാര്യമാണ് നല്ല ഇണക്കമുള്ള ഒരു കുടുംബം, ഒരു അയൽപ്പക്കം, ഒരു നാട്ടുകാർ, ഒരു സമൂഹം എന്നത്. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് സത്യത്തിൽ. അതനുഭവിക്കുന്നതാണ് സത്യത്തിൽ ഇണക്കമുള്ള ഒരു കുടുംബ സാമൂഹിക സാഹചര്യത്തിൽ കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, വഅല്ലഫ ബൈന ഖുലൂബിഹിം, വിശ്വാസികളുടെ ഹൃദയം തമ്മിൽ അവൻ ഇണക്കിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചിലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കിച്ചേർക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. വലാകിന്നല്ലാഹ്, എന്നാൽ അല്ലാഹു അല്ലഫ ബൈനഹും, അവരെ തമ്മിൽ ഇണക്കിച്ചേർത്തിരിക്കുകയാണ്. കറുത്തവനും വെളുത്തവനും, അടിമയും ഉടമയും, അറബിയും അനറബിയും ഒരുമിച്ച് ചേരുന്ന സംഗമ ഭൂമിക തീർക്കാൻ ഇസ്ലാമിന് സാധിച്ചത് അല്ലാഹു സംവിധാനിച്ച ഒരു ഇണക്കമാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഒരിക്കലും തന്നെ ഭിന്നിച്ചു പോകരുത്. വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ ചിന്തിക്കണം. ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, നിങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു കൂട്ടി യോജിപ്പിച്ചു. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി, മിത്രങ്ങളായി മാറി. അപ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് യഥാർത്ഥത്തിൽ ഇണക്കമുള്ളവരാവുക. പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ അല്ലാഹു വച്ച സ്നേഹവും ആ ഒരു സഹവർത്തിത്വവും പരസ്പരമുള്ള ആ ഒരു ഇണക്കവും അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്താണ്. മാത്രവുമല്ല, ഇണക്കം അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിൻ യഅലഫ് വയുഅലഫ്, മുഅ്മിൻ ഇണങ്ങും, അവൻ ഇണക്കപ്പെടുകയും ചെയ്യും. ഇണങ്ങാൻ എളുപ്പമാണ്, ഇണക്കപ്പെടുവാനും എളുപ്പമാണ് ഒരു മുഅ്മിൻ. വലാ ഖൈറ ഫീമൻ ലാ യഅലഫ് വലാ യുഅലഫ്, ഇണങ്ങാത്തവനും ഇണക്കപ്പെടാത്തവനും അവരിൽ യാതൊരു തരത്തിലുമുള്ള ഖൈറുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഖൈറുൻ നാസ് അൻഫഅഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടവനാണ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ഇണങ്ങുന്നവനാണ്, ഇണക്കപ്പെടുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അപ്പോൾ വിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി കൂടെയാണ് ഇണങ്ങുക എന്നത്. അവൻ ജീവിക്കുന്ന സാഹചര്യത്തിലുള്ളവരുമായി ഇണങ്ങുക, അവന്റെ ആദർശം പണയപ്പെടുത്താതെ, വിശ്വാസം കളങ്കപ്പെടുത്താതെ, എല്ലാ ആഭാസങ്ങളിലും ചെന്ന് ചേരാതെ തന്നെ പരസ്പരം ഇണങ്ങി ജീവിക്കാനുള്ള ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പരലോകത്ത് എന്റെ കൂടെ എന്റെ ചാരത്തുണ്ടാകുന്നവർ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ആളുകളും പരലോകത്ത് എന്റെ ചാരത്തുണ്ടാകുന്നവരും ആരാണ്? അഹാസിനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. അൽ മുവത്തിഊന അക്നാഫ അല്ലദീന യഅലഫൂന വയുഅലഫൂൻ. അൽ മുഅത്തിഊന അക്നാഫ എന്ന് പറഞ്ഞാൽ അല്ലദീന യഅലഫൂൻ, അവർ ഇണങ്ങുന്നവരാണ്, വയുഅലഫൂൻ, ഇണക്കപ്പെടുന്നവരുമാണ്. ഇണങ്ങാത്ത ഒരാള്, അങ്ങനത്തെ ഒരു കഠിനമായ സ്വഭാവമുള്ള ഒരാള്,
എന്തിനും യാതൊരു നന്മയിലും ചെന്ന് ചേരാത്ത ഒരാള്, ആർക്കും പരസ്പരം വിളക്കിച്ചേർക്കാനോ ഇണക്കിക്കൂട്ടാനോ പറ്റാത്ത പിടിച്ച വാശിയിൽ മുറുക്കിപ്പിടിക്കുന്ന ആള്, അത്തരം ആളുകൾ വെറുക്കപ്പെട്ടവരാണ്, ഖൈറില്ലാത്തവരാണ്. എന്നാൽ ഇണങ്ങുന്നവർ, പരസ്പരം ഇഴകിച്ചേരാൻ പറ്റുന്നവർ, അവർക്ക് നന്മയുണ്ടെന്നും അവർ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും വിശ്വാസികൾ പരസ്പരം ചേർന്ന് നിൽക്കേണ്ട, സഹകരിച്ചു പോകേണ്ട ആളുകളാണ്. അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇണകളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ അയൽപ്പക്കക്കാരോട്, നമ്മുടെ വിശ്വാസികളായ സഹോദരങ്ങളോട്, നമ്മളുമായിട്ട് അയൽപ്പക്കം പങ്കുവെക്കുന്ന, നമ്മളുമായി സഹവസിക്കുന്ന, നമ്മളുമായി ഇണക്കമുള്ള ഇതര മതസ്ഥരായ ആളുകളോട്, ഇവരെല്ലാവരോടും ഇണക്കമുള്ളവനായിരിക്കണം ഒരു വിശ്വാസി. നമ്മെ ആരും ഭീതിയോടെ നോക്കിക്കാണുന്ന അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ ഉപദ്രവത്തെ ഭയക്കരുത്. നിങ്ങൾ മുഅ്മിനാകണമെങ്കിൽ നിന്റെ ഉപദ്രവത്തെ തൊട്ട് നിന്റെ അയൽവാസി നിർഭയനായിരിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും പള്ളികളിലേക്ക് ഒരുമിച്ച് കൂടുമ്പോ സഫുകൾ അകത്തിയാണ് ആളുകൾ നിൽക്കാറുള്ളത്. അകന്നു നിൽക്കും, തൊട്ടുകൂടായ്മയുള്ളതുപോലെ. തൊട്ടാൽ കാലൊന്ന് ചേർത്ത് വച്ചാൽ കാല് വലിക്കുന്ന, തൊടാൻ പാടില്ലാത്ത ഒരു പരിഷ്കാരിയാണ് ഞാൻ, ഉന്നത കുലജാതനാണ്. അത്തരം ഉന്നത കുലജാതരൊന്നും ഇസ്ലാമിലില്ല. അൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. കജസദിൻ വാഹിദ്, ഒറ്റ ശരീരം പോലെയാണ്. കറുത്തവനും വെളുത്തവനും വ്യത്യാസമില്ല. കറുകറുത്ത ബിലാലും വെളുവെളുത്ത സൽമാനുൽ ഫാരിസിയും തോളോട് തോൾ ചേർന്ന് കാലുകൾ ചേർത്ത് വെച്ച് ഫുർജില്ലാതെ, വിടവുകളില്ലാതെ, പിശാചിന് ഇടം കൊടുക്കാതെ പ്രവാചകൻ സഫ് ശരിയാക്കി. ഇസ്തവൂ, നിങ്ങൾ സഫ് ശരിയാക്കണം. വല തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ ഭിന്നിച്ചു പോയാൽ, നിങ്ങൾ ചേർന്ന് നിൽക്കാതെ പോയാൽ, നിങ്ങൾ വളവ് വിടവ് ശരിയാക്കാതെ പോയാൽ നിങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നതയുണ്ടാക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലൊക്കെ സൊഫുകൾ ക്ലിയർ ആകാതെ വരുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന ഒരു വിഷയമാണ് വിശ്വാസികൾ തമ്മിലുള്ള ഇണക്കം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ പള്ളികളും പരിശോധിച്ചു നോക്കിയാൽ, അവിടെ നടക്കുന്ന നമസ്കാരങ്ങൾ നോക്കിയാൽ വിശ്വാസികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ച വിശ്വാസികൾ ഏകോദര സഹോദരന്മാരായി ഒറ്റ ശരീരം പോലെ കൊണ്ടും കൊടുത്തും അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കേണ്ടവർ, അകന്ന് കഴിയുന്ന, അകന്ന് നിൽക്കുന്ന, അകറ്റിപ്പിടിക്കുന്ന, വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതൊരിക്കലും ശരിയായ കാര്യമല്ല. വിശ്വാസികൾ ഇണങ്ങുന്നവരാണ്, ഇണക്കമുള്ളവരാണ്. അവർ ഒരിക്കലും അകന്നു പോകാൻ പാടില്ല. പരസ്പരം ഭിന്നത ഉണ്ടാകുമെങ്കിൽ പോലും, ആദർശപരമായി ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ ചേർന്ന് നിൽക്കേണ്ടവരാണ്. ലോകം കണ്ട മഹാപണ്ഡിതന്മാർ, ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ, ഇങ്ങനെയുള്ള മഹാപണ്ഡിതന്മാർ അവർ അഖീദയിലും വിശ്വാസത്തിലും മൻഹജിലും പ്രമാണങ്ങളിലും എല്ലാം ഒറ്റ സമീപനമാണ്. എല്ലാം തൗഹീദിലും അതുപോലെ തന്നെ ശരിയായ സുന്നത്തിലുമെല്ലാം അടിയുറച്ചവരാണ്. പക്ഷേ മസ്അലപരമായ വിഷയത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ മസ്അലകളിൽ നിലനിർത്താനുള്ള ഫ്രീഡവും ഇസ്ലാം നൽകുന്നുണ്ട്. ആ മസ്അലപരമായ വിഷയങ്ങളിലുള്ള അഭിപ്രായ ഭിന്നത പരസ്പരം കാണുന്നിടത്തോ, പരസ്പരം സലാം പറയുന്നിടത്തോ, ബഹുമാനിക്കുന്നിടത്തോ, ഇടപഴകുന്നിടത്തോ അവർക്കൊരിക്കലും യാതൊരുവിധ പ്രയാസവും ഉണ്ടായിട്ടില്ല. അവർ ആരും പരസ്പരം എന്തെങ്കിലും തരത്തിലുള്ള കൊള്ളരുതായ്മ ആരോപിച്ചിട്ടില്ല, കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ അവരെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും അവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ വേണ്ട ആരോപണങ്ങൾ ഹുകൂമയിൽ ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. മറിച്ച് അശ്ശൈഖ് അല്ലാമ എന്ന് ചേർത്തുകൊണ്ടാണ് അവരെല്ലാം അവരുടെ പേരുകൾ പറഞ്ഞിരുന്നത്. പേരിന് ശേഷം ഹഫിളഹുല്ലാ, അള്ളാഹുവിന്റെ സംരക്ഷണവും സുരക്ഷയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരെല്ലാം പരസ്പരം മുന്നോട്ട് പോയത്. ഈ ആദരവ്, ഈ ബഹുമാനം ഇന്ന് നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദിന്റെ വക്താക്കൾക്കിടയിൽ പോലും വിവിധങ്ങളായ മസ്അലകളിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കറുപ്പിക്കുന്ന, ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയിട്ട് പലരെയും പ്രതിക്കൂട്ടിൽ ചേർക്കുന്ന, ശിർക്കാക്കുന്ന, കുഫ്റാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിക ലോകത്തെ ചരിത്രങ്ങളിലുള്ള വിവരമില്ലായ്മയാണ് പലപ്പോഴും അതിന് കാരണമാകുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അതിന് കാരണമാകുന്നത്. ഉസൂലിയായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ പണ്ഡിതന്മാർ സ്വീകരിച്ച സമീപന രീതികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലായ്മയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. മിണ്ടാത്ത
കാണാത്തവരുണ്ട്, ചിരിക്കാത്തവരുണ്ട്. ചിരിക്കരുത്, അത് അൽ വലാ വൽ ബറാഇന്റെ ഭാഗമായിട്ട് അവരോട് സലാം പറയരുത്, അവരോട് ചിരിക്കരുത്, അവരുമായി സഹവസിക്കരുത്, അവരെല്ലാം വിജയികളാണ്, സലഫിയത്തിൽ നിന്ന് പുറത്തുപോയവരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പകരം തിരിച്ചു പറയാനുള്ളത് എന്താണ്? ഇസ്ലാമിക പ്രബോധനം കൂട്ടമായി നിർവഹിക്കുന്നവരാണ് എന്നാണ്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമം പാലിച്ച് പലതും ചെയ്യുന്നു, ഇവിടെ ഇതര മതസ്ഥരുമായിട്ട് സഹകരിച്ചു പോകുന്നു എന്നതൊക്കെയാണ് പലപ്പോഴും അതിന് കുറ്റമായി കാണാനുള്ളത്. മസ്അലാപരമായ വിഷയങ്ങളിൽ പണ്ഡിതന്മാർ വിശാലാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച കാര്യത്തിന്റെ പേരും പറഞ്ഞ് സജീവമായി ദഅ്വാ രംഗത്തുണ്ടായിരുന്ന ആളുകളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന, പ്രത്യാരോപണങ്ങൾ നടത്തുന്ന, സലഫിയത്തിന്റെ അളവുകോലുകൾ നിശ്ചയിക്കുന്ന ആളുകളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതെല്ലാം അധികരിച്ച ചിന്തയാണെന്ന് മനസ്സിലാക്കുകയും കൃത്യമായി ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, പരസ്പരം ഇണക്കമുണ്ടാകാനുള്ള എല്ലാ എലമെന്റും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, സൊഫ് ശരിയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ചേർന്ന് നിൽക്കണം, ഇല്ലെങ്കിൽ ഫതഖ്തലിഫ ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ വിയോജിപ്പുണ്ടാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിലായിരുന്നാലും നാട്ടിലായിരുന്നാലും വർക്ക് പ്ലേസിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം? ഒന്ന്, അത്തആറുഫു വ മുആശറത്തുൻ നാസ്, പരസ്പരം അറിഞ്ഞ് ഇടപെടുക എന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും അവസ്ഥയും കാര്യങ്ങളും വിചാരങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാനുള്ള ഒരു ശ്രദ്ധയുണ്ടാവുക എന്നുള്ള. ചില ആൾക്കാർ തമാശ പറഞ്ഞുണ്ടാവും, ആ തമാശ പറഞ്ഞ് എല്ലാവരും ചിരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ ഇയാളെ മനസ്സിലത് കൊല്ലങ്ങളായിട്ട് അത് ഒരു നീറ്റലായി കിടക്കുന്നുണ്ടാകും. തമാശ അത് അധികരിച്ചു പോകുന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞു വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എന്നാണ് പറയാനുള്ളത്. അൽ അർവാഹു ജുനൂദും മുജന്നദ, റൂഹുകൾ, ആത്മാക്കൾ എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ മനസ്സുകൾ എന്ന് പറയുന്നത് അതിങ്ങനെ ജുനൂദാണ്, തയ്യാറാക്കപ്പെട്ട ഒരു ജുനൂദാണ്. അത് പരസ്പരം അറിഞ്ഞു പെരുമാറിയാൽ എന്ത് ചെയ്യും? ഇഖ്തലഫ്, ആ റൂഹുകൾ തമ്മിൽ ഇണങ്ങും. എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുളവാക്കുന്ന രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ ആ മനസ്സുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഇഖ്തലഫ്, അകന്നു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്ത് ഇടപഴകുമ്പോൾ നമ്മളോട് ഇണക്കമുണ്ടാകും. എന്തു നല്ല സംസാരമാണ്, എന്തു നല്ല പെരുമാറ്റമാണ്, എന്റെ അവസ്ഥ മനസ്സിലായിട്ടാണല്ലോ അദ്ദേഹം പെരുമാറിയത് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഒരു സാവകാശവും ഒരു അവധാനതയും ഒരു വിട്ടുവീഴ്ചയും ഒരു പരസ്പരം അറിഞ്ഞുള്ളൊരു ഇടപെടലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കുടുംബത്തിലൊക്കെ അതാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ എന്തിനിങ്ങനെ പറയുന്നു എന്ന് മക്കൾക്ക് മനസ്സിലാകാതെ പോകുന്നു. ഇതിനായിരുന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നത് നമ്മുടെ ശൈലിയുടെ ദോഷം കൊണ്ട് കുട്ടികളും ചിന്തിച്ചു പോകുന്നു. അപ്പോൾ കുട്ടികളുടെ വികാരം മനസ്സിലാക്കി ഇന്നതിനാണ് പറയുന്നത് എന്നത് അവർക്ക് ബോധ്യപ്പെടും വിധത്തിൽ വേണം പറയാൻ. എന്റെ ഉമ്മയും ഉപ്പയും എന്നോട് ഇന്നതിനു വേണ്ടിയാണ് പറയുന്നതെന്ന് അവനും ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിരിക്കും ഉണ്ടാവുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിച്ചു പോകുന്ന പ്രശ്നം ഇതാണ്. വലിയ എക്സ്പെക്ടേഷനുകളുമായിട്ട് ആശയങ്ങളുമായിട്ട് ദാമ്പത്യ ജീവിതം തുടങ്ങും. എന്നിട്ട് അതൊക്കെ പ്രാക്ടിക്കലാക്കാനുള്ള ഒരു കളമാക്കിയിട്ട് ദാമ്പത്യ ജീവിതത്തെ കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത്. പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി ഇടപഴകുമ്പോൾ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ ഇണക്കമുണ്ടാകും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇണക്കമുണ്ടാകും, കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാകും, അയൽപ്പക്കക്കാർക്കിടയിൽ ഇണക്കമുണ്ടാകും. നമ്മളൊരു വർക്ക് പ്ലേസിൽ ബോസാണ് എന്നതുകൊണ്ട് നമ്മുടെ താഴെയുള്ളവരുടെ വികാരങ്ങൾ അറിയാതെ ആജ്ഞാപിക്കുക, ഷൗട്ട് ചെയ്യുക, ആ ഒരു ഡൊമിനൻസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആജ്ഞാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം തൊട്ടപ്പുറത്തുള്ള ആളും ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അയാളെ മനസ്സിനെ മനസ്സിലാക്കി പെരുമാറുമ്പോൾ ഈ മനസ്സും ആ മനസ്സും തമ്മിൽ ഇണക്കമുണ്ടാകും. അപ്പോൾ നാം എത്ര ഭാരിച്ച ജോലി പറഞ്ഞാലും അവർ അത് ഏറ്റെടുത്ത് നിർവഹിക്കും. കാരണം അങ്ങനെയാണ് നമ്മളയോട് പെരുമാറുന്നത്, അത് ആരോടായിരിക്കട്ടെ. അതുകൊണ്ട് പരസ്പരം അറിഞ്ഞ് ഇടപഴകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അൽ ഖിയാമു ബി ഹുഖൂഖിൽ മുസ്ലിമീന വൽതിസാമു ബിഹാ, മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട ഇണക്കം ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യത നിർവഹിക്കുക എന്നുള്ളതാണ്. എന്താണ് ബാധ്യത? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയാൽ സലാം പറയാം. വഇദാ ദഅക അജിബുഹു, വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കാം. അതുപോലെ തന്നെ രോഗമായാൽ സന്ദർശിക്കാം. അതുപോലെ അവൻ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ നമ്മൾ യർഹമുക്കല്ലാഹ് എന്ന് പറയാം. അതുപോലെ തന്നെ അവൻ മരണപ്പെട്ടു പോയാൽ അവന്റെ ജനാസയെ അനുഗമിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു
കടമകൾ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ 6 എണ്ണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ 5 എണ്ണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിർവഹിച്ചാൽ എന്താ കിട്ടുക? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഫഹാദിഹിൽ ഹുഖൂഖുൽ ലത്തി ബയ്യനഹ النبي صلى الله عليه وسلم كلها اذا قام بها الناس بعضهم مع بعض حصل بذلك الألفة والمودة وزال ما في القلوب والنفوس من الضغائن والأحقاد എന്നാണ്. ഈ പറയപ്പെട്ട ബാധ്യതകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ ഇണക്കവും സ്നേഹവും അല്ലാഹു ഉണ്ടാക്കും. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പകയും വിദ്വേഷവുമൊക്കെ അള്ളാഹു നീക്കിക്കൊടുക്കുമെന്നാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഒരാളുമായി, ഒരു മുഅ്മിനുമായി, മുസ്ലിമുമായി ബന്ധപ്പെട്ട ഹക്കുകൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. കണ്ടുമുട്ടിയാൽ സലാം പറയലും, ഉപദേശം ചോദിച്ചാൽ ഉപദേശം കൊടുക്കലും, അതുപോലെ തന്നെ വീട്ടിലേക്ക് സൽക്കരിച്ചാൽ ആ ഒരു ഹലാലായ സൽക്കാരത്തിന് നമ്മൾ ക്ഷണം കൊടുക്കലും, അവന് രോഗമായാൽ സന്ദർശിക്കലും, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ യർഹമുക്കല്ലാ പറയലും, അവൻ മരണപ്പെട്ടാൽ അവന്റെ ജനാസയെ ഇത്തിബാഉൽ ജനാസ അനുഗമിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം ഇണക്കവും സ്നേഹവും ഉണ്ടാകാനുള്ള കാരണമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം. വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ മുഅ്മിനാവുകയുമില്ല. മുഅ്മിനാകണം സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ, മനസ്സിലായില്ലേ? പരസ്പരം സ്നേഹിക്കണം മുഅ്മിനാകണമെങ്കിൽ. ഇനി മുഅ്മിനാകാൻ എന്ത് ചെയ്യണം? അഫലാ ഉഖ്ബിറുക്കും ബിശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബ്ബതും, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, നബിയെ പറയൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം പറയുക എന്നാണ്. അപ്പോൾ സലാം, പരസ്പരം സലാം പറയുക, പരസ്പരം ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ പരസ്പരം ഇണക്കമുണ്ടാകുമെന്നാണ്. അപ്പോൾ ഇണകളോട് സലാം പറയണം, മക്കളോട് സലാം, നാട്ടുകാരോടൊക്കെ സലാം പറയും. വീട്ടിൽ കയറുമ്പോൾ മിണ്ടാതെ കയറും, വീട്ടിൽ നടക്കുമ്പോൾ മിണ്ടാതെ കയറും. വഴിയിൽ നിന്ന് മകനെ കണ്ടുമുട്ടിയ സലാം പറയോ? അങ്ങനെ ഒരു പിതാവുണ്ടോ മകനെ കണ്ടുമുട്ടിയ സലാം പറയണ? അങ്ങനെ ഒരു മകനുണ്ടോ? പ്രായമായവരോട് പ്രായം കുറഞ്ഞവരാണല്ലോ സലാം പറയേണ്ടത്. ഉപ്പനെ കണ്ട സലാം പറയുന്ന ആൾക്കാരുണ്ടോ? ഉള്ളവരുണ്ടാകും. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ അശ്രദ്ധ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നാട്ടുകാർക്കുള്ളതാണ്. സലാമും സമാധാനമൊക്കെ നമുക്ക് വേണ്ടാന്നുള്ളിടത്താണ്. സുഹൃത്തുക്കളെ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവും, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഇണക്കമുണ്ടാകും. അതുകൊണ്ട് സലാം വ്യാപിപ്പിക്കണം. എങ്ങനെ സലാം? രണ്ടുപേരിങ്ങനെ സംസാരിച്ചു പോവാ, അപ്പോ അവരുടെ മിഡില് ഒരു മരം കണ്ടു. ആ മരത്തിന് ഒരാൾ ഇങ്ങനെ വലതു ഭാഗത്തുകൂടിയും മറ്റൊരാൾ ഇടതു ഭാഗത്തുകൂടിയും പോയി, പിന്നെ അവർ കണ്ടുമുട്ടിയാലും സലാം പറയാം. അങ്ങനെ സലാം. അപ്പൊ നമ്മളെന്തൊരു സുർമുളില്ലാത്ത സലാം എന്നൊക്കെ നമ്മൾ പറയും. എന്താ സലാമിനെ കുറിച്ച് പറഞ്ഞത്? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കണം എന്നാണ്, പരക്കെ പറയണം എന്നാണ്. അറിയുന്നവരോടും അറിയാത്തവരോടും ഒക്കെ സലാം പറയണം. തെരഞ്ഞു പിടിച്ച് ഉന്നത കുലജാതരോട് മാത്രം സലാം പറയുന്ന ചില ടീമുണ്ട്. അവനാണ് കാര്യം കിട്ടുന്ന തോന്നുന്ന ആൾക്കാരോട് മാത്രം സലാം പറഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് പുഞ്ചിരിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവരോടൊക്കെ ഒരു പുച്ഛ മനോഭാവം കാട്ടുന്ന ആൾക്കാരുണ്ടാകും. അവരൊക്കെ പുച്ഛിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് അവരോട് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും സലാം പറയാന്നുള്ളത് ഇണക്കമുണ്ടാകാനുള്ള കാരണമാണ്. മൂന്നാമത്തെ സുഹൃത്തുക്കളെ, അൽ കലാമുൽ ലയ്യിൻ വ തലാഖത്തുൽ വജ്ഹ്. ഒരാളെ കാണുമ്പോ പുഞ്ചിരിക്കാൻ വാടകയൊന്നും കൊടുക്കണ്ട. അതുകൊണ്ട് പുഞ്ചിരിക്കുക, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സൗമ്യമായി സംസാരിക്കാം. മനസ്സിലായില്ലേ? സൗമ്യമായി സംസാരിക്കുക. വല്ലതും കൊടുക്കേണ്ടി വരുമെന്ന് തോന്നിപ്പോവാണ് ചില ആൾക്കാർക്ക്. എന്തിനെങ്ങനെയൊക്കെ ടൈറ്റാട്ടണമെന്ന് തോന്നിപ്പോവും, അല്ലെ? അതെവിടെയുണ്ടാവും? ഒരു ഷോപ്പിൽ ചെന്നാ ഉണ്ടാവും, ഒരു വീട്ടിൽ ചെന്നാ ഉണ്ടാകും. ഓരോരുത്തർക്കും ഓരോ പ്രകൃതം ഉണ്ടാകാം. പക്ഷെ ആ പ്രകൃതമൊക്കെ ദീന് കേൾക്കുമ്പോൾ മാറ്റണം. അല്ലാപ്പം എന്താ ഞാൻ എന്റെ പ്രകൃതം അനുസരിച്ച് ജീവിക്കുമ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ പ്രകൃതമാണ്, അതിന് ദീന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ദീന് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രകൃതം മാറ്റണം. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഏറ്റവും നല്ല സൗമ്യമായിട്ട് ഇടപെടണം. ഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലക്ക് സംസാരിക്കണം. ഇന്ന ശൈത്വാൻ യൻസിഉ ബൈനഹും, പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കും. ഒരു വാക്ക് മതിയാവും ഏട്ടനും അഞ്ചനും തെറ്റാന്, ഭാര്യയും ഭർത്താവും തെറ്റാന്, ഉമ്മയും മകനും തെറ്റാന്. ഒറ്റ വാക്ക് മതിയാവും. ഒരു ശ്രദ്ധിച്ച് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, വളരെ സൗമ്യമായിട്ട് പെരുമാറുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം സൗമ്യതയുള്ള ആളായിരുന്നു. കുട്ടികളോട് പോലും വാത്സല്യത്തോട് പെരുമാറി. വയസ്സായവരോട് എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു, ഞാൻ അങ്ങോട്ട് വരില്ലേ എന്ന് ചോദിച്ചു. അധികാരം കിട്ടിയപ്പോൾ പ്രവാചകൻ അങ്ങേറ്റം സൗമ്യനായി. മേലക്ക് കയറും തോറും, അല്ലെ, വാഴ കണ്ടിട്ടില്ലേ? വാഴ കൊലങ്ങനെ വലുതാവും തോറും ഇങ്ങോട്ട് കുനിഞ്ഞു വരിക ചെയ്യാം. അല്ലാതെ അങ്ങോട്ടങ്ങോട്ട് നെളിഞ്ഞു പോവല്ല ചെയ്യാം. അപ്പൊ നമുക്ക് പണവും യോഗ്യതകളൊക്കെ വർദ്ധിക്കുമ്പോൾ നമ്മൾ താഴോട്ട് കുനിയാനുള്ള വിനയം കാണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സൗമ്യമായി സംസാരിക്കുക, അതുപോലെ തന്നെ മുഖപ്രസന്നതയോടെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. നാലാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അത്തഅഫുഫ് അൻ സുആലിൻ നാസ്, ജനങ്ങളോട് ഇങ്ങനെ എരന്ന് നടക്കുന്ന സ്വഭാവം മാറ്റുക.
റസൂൽ പറഞ്ഞെന്താ, വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബകന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക, എന്ന ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. മനസ്സിലായില്ലേ? എല്ലാവർക്കും കിട്ടിയത് എനിക്കും വേണം എന്ന ആർത്തി ഒഴിവാക്കുക, മറ്റുള്ളവരുടെ കയ്യിലുള്ളതിൽ കണ്ണുവെക്കാതെക്കുക, അതന്നെ എരന്ന് നടക്കാതെക്കുക. പടച്ചോ ഞമ്മക്ക് തന്നെ തൃപ്തിപ്പെടുക, വേറെയുള്ള കയ്യിൽ എന്തുണ്ട് നോക്കി നടക്കല്ല, അവനാന്റെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത് നോക്കി നടക്കുമ്പോ ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടും. അഞ്ചാമത്തെ കാര്യം അസ്സഈഉ ലിൽ ഇസ്ലാഹി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കണം എന്ന് പറഞ്ഞല്ലോ. ആളുകൾക്കിടയിൽ, പിണക്കമുള്ള ആളുകൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക, രണ്ട് സംഘങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക, രണ്ട് നാട്ടുകാർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക, രണ്ട് വ്യക്തികൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക, രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക. അതിനുവേണ്ടി നമ്മൾ പണിയെടുത്താൽ, അങ്ങനെ ഇസ്ലാഹ് ഉണ്ടാക്കിയാൽ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ ഇണക്കമുണ്ടാകും എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം അൽ ഇഹ്തിമാമു ബി ഉമൂരിൽ മുസ്ലിമീൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതായത് സ്വന്തം കാര്യമാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം, സ്വന്തം വണ്ടിയാണെങ്കിൽ എങ്ങനെ ഓടിക്കുക, സ്വന്തം കത്തിയാണെങ്കിൽ എങ്ങനെ വെട്ടുക, സ്വന്തം സാധനം എങ്ങനെയാണ് നമ്മൾ കൊണ്ടുനടക്കുക, അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൊണ്ടു നടക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യാം. അതാ അൽ മുഅ്മിൻ കറജുലിൻ വാഹിദ്, മുഅ്മിനീങ്ങൾ പരസ്പരം ഒറ്റ ശരീരം പോലെ. ഓനെന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണ്, ഓന്റെ കാര്യം, ഓന്റെ കുട്ടിന്റെ കല്യാണം നടന്നിട്ടില്ല, അതെങ്ങനെയെങ്കിലും നടത്തണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പണിയെടുക്കുക. ഓനൊരു വീടായിട്ടില്ല, നമുക്കൊരു വീടായി, ഓനൊരു വീടായിട്ടില്ല, അതെങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ നാട്ടിൽ വേണ്ടപ്പെട്ടവനാവും. മനസ്സിലായില്ലേ? നമ്മളോട് എല്ലാവരും ഇണങ്ങും. അല്ല, നമ്മൾ സ്വന്തം കാര്യം ചിന്താബാധർ നടന്നാൽ ആരും നമുക്ക് ഉണ്ടാവില്ല, ആരും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഹദിയ കൊടുക്കുക. അത് നേരത്തെ പറഞ്ഞ എല്ലാം, ഈ പറഞ്ഞൊക്കെ എല്ലായിടത്തും ബാധകമാണ് കേട്ടോ. കുടുംബത്തിക്ക് ബാധകമാണ്, അയൽപ്പക്കത്തേക്ക് ബാധകമാണ്, നാട്ടിക്ക് ബാധകമാണ്, ഒരു കൂട്ടായ്മയിൽ ബാധകമാണ്, എല്ലായിടത്തും ഇത് ബാധകമാണ്. എന്താണ്? സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. ഇണകൾക്ക് സമ്മാനം കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇടും, അത് റീച്ച് ഇട്ടാനോ ആയിക്കൂടെ പൈസ ഉണ്ടാക്കാനാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ റിയൽ ലൈഫിൽ ലോകം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന നന്മകളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ റിയലായിട്ട് ആരും അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? മക്കൾക്ക്, കുടുംബത്തിന്, ഉപ്പക്ക്, ഉമ്മയ്ക്ക് എന്നും ഇങ്ങോട്ട് വാങ്ങുക എന്നുള്ള അപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് ഉപ്പക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ലാത്ത കാലത്ത് ഈറ്റി ഇറുമ്പി ഉണ്ടാക്കിയിട്ടാണ് നമ്മളെയൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇന്ന് അവർക്ക് വയസ്സായി, അവർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ട്? മക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് അവരെ കൊണ്ട് ജോലിയെടുപ്പിക്കലും, അവരെ സ്വന്തം മക്കൾക്ക് കാവലാക്കലും, സ്വന്തം വീട് കാക്കാൻ രണ്ടാളെ ഏൽപ്പിച്ചിട്ട് ഇതാ വലിയൊരു വീട് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കാവലുണ്ടാക്കാനല്ല ചാക്കി, അല്ല തന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി വലിയവരുണ്ടാക്കിയൊന്നല്ലോ, അല്ലെ? വിദേശത്തേക്ക് മക്കളെയും കുടുംബത്തെയും കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിന് കാവൽ എന്നുള്ള അത് അടിച്ചേരി തുടക്കാനും വൃത്തിയാക്കാനും കൊണ്ടേയാക്കി എന്നല്ലാണ്ട് അവർക്ക് വേണ്ടി വലിയൊരു വീടുണ്ടാക്കി എന്നൊക്കെ പറയുന്ന ആൾക്കാർ അത് അവർക്ക് വേണ്ടി തന്നെയാണോ എന്ന് ആലോചിക്കണം. നിഷ്കളങ്കമായി ചെയ്യുന്ന ആൾക്കാരുടെ നിഷ്കളങ്കതയെ നമ്മൾ ചോദ്യം ചെയ്യല്ല. പക്ഷെ അതൊക്കെയാണ് ഇപ്പോൾ വലിയൊരു സ്നേഹപ്രകടനമായിട്ട് മാറുന്നത്. അതെല്ലാം മാറിയിട്ട് സഹോദരന്മാരെ, അവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുവെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, സുഹൃത്തുക്കൾക്കിടയിലാകട്ടെ, നാട്ടുകാർക്കിടയിലാകട്ടെ, കുടുംബത്തിലുള്ള ആളുകൾക്കിടയിലാകട്ടെ, പരസ്പരം ഹദിയ കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതിലൂടെ ഇണക്കമുണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എട്ടാമത്തെ കാര്യം അൽ ഇജ്തിമാഉ അലാ തുആമി യൂഖിഉൽ ഉൽഫ വൽ മവദ്ദ ഫിൽ ഖുലൂബ്, പരസ്പരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഇപ്പൊ വീട്ടിലാണെങ്കിൽ തന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കല്? ഓരോരുത്തർ അവിടെയും ഇവിടെ ഓരോ സമയത്ത് കഴിക്കുക. അത് മാറ്റിയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഉൽഫത്തുണ്ടാവുക. ഇനി ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണെങ്കിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് അതിനുമൊരു അവസരം ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് കുടുംബക്കാര്, ഭാര്യയും ഭർത്താവും മക്കളും ഉമ്മയും ബാപ്പയ്ക്ക് ഒരുമിച്ച് സുപ്രയിൽ വിരിച്ച്, നമ്മൾ പുറത്ത് ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മജ്ലിസ് പോയിരുന്നിട്ട് ഭയങ്കര ജോറായിട്ട് കഴിക്കും. നമ്മൾ വീട്ടിലാകുമ്പോഴോ അത് ശരിയാവില്ല എന്നുള്ളിടത്താണ്. ജ്യേഷ്ഠൻ കുടിച്ച പാത്രത്തിൽ ഗ്ലാസ്സിൽ അനിയൻ കുടിക്കില്ല, അവൻ കഴിച്ചതിന്റെ ബാക്കി കഴിക്കില്ല. എന്നാൽ പുറത്ത് ഒരുമിച്ച് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവൻ കടിച്ചു തുപ്പിയത് വരെ എടുത്ത് തിന്നാ കുഴപ്പമില്ലാതെ. ഈ ഒരു അവസ്ഥയിൽ സഹോദരന്മാരെ അത് നിർത്തണം എന്നല്ല, അതങ്ങനെ പോയിക്കോട്ടെ. സുഹൃത്തുക്കൾ തമ്മിലുള്ള ആ ഒരു ഇണക്കം അങ്ങനെ ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് അത് അത്ര ഇണക്കം. അങ്ങനെ കൊണ്ടും കൊടുത്തുള്ളതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് അത്ര ഇണക്കം ഉണ്ടാകുന്നത്. അതേ സംഗതി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽപ്പക്കക്കാർ, നമ്മുടെ ബന്ധുക്കൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ഇണക്കം ഉണ്ടാകുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമാണ്. ഇങ്ങനെ ഇണക്കത്തോടുകൂടെ ജീവിക്കാനും ഇണക്കത്തിനുള്ള കാരണങ്ങൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഓരോ വിഷയങ്ങളും അതിലെ ഓരോ പോയിന്റുകളും നമ്മൾ എണ്ണി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും ബോധപൂർവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഈ പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്നും ഒരാഴ്ച കൊണ്ട് നമുക്ക് എത്രത്തോളം ഇത് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരുമാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുവാനും ഓരോന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമുൻ നാഫിഅ പ്രദാനം ചെയ്യുമാറാവട്ടെ. 10ാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ട 9ാമത്തെ കാര്യം, നമ്മോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മൾ മറ്റുള്ളവർ പെരുമാറാം. എന്നോടൊരു ബഹുമാനമല്ല, എന്നോട് എങ്ങനെ സംസാരിക്കേണ്ട അറിയില്ല, എനിക്ക് വേറെല്ലോട് എങ്ങനെ സംസാരിക്കണം എന്നറിയോ, ഈ വേറെല്ലോലെ ബഹുമാനിക്കുന്നുണ്ടോ? ഇതൊക്കെ എന്ന് പറഞ്ഞ സ്നേഹം, ബഹുമാനം എന്നൊക്കെ പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം, എന്റെ ഭാര്യ എങ്ങനെ പെരുമാറണം, എന്റെ ഭർത്താവ് എങ്ങനെ പെരുമാറണം, എന്റെ മക്കൾ എങ്ങനെ പെരുമാറണം, എന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം, എന്റെ നാട്ടുകാർ, ഞാനുമായി സഹവസിക്കുന്നവർ എങ്ങനെ പെരുമാറണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ആളുകൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവും. അപ്പോഴാണ് ശരിക്കും നമ്മളൊരു മനുഷ്യനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് മനസ്സിലാവുള്ളൂ. ഏത് നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴാണ് നമ്മൾ ശരിക്കും അയാളെ മനസ്സിലാക്കി പെരുമാറുന്നത്. അയാൾക്കൊരു ഫീലുണ്ട്, അയാൾക്കൊരു ഇമോഷൻ. ചില ആൾക്കാരെ വിചാരം ചെയ്യും ഇമോഷൻസ് ഒക്കെ ഓല കുത്തകയാണ്, വേറെ ആർക്കും ഇതൊന്നും ഉണ്ടാൻ പാടില്ല. വേഗം കരയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കരയാത്ത ആൾക്കാരോട് ഓൽക്കൊരു സിമ്പതി ഉണ്ടാവില്ല. കരയാത്ത ആളുകൾ ഉള്ളതുകൊണ്ട് കരയുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, മനസ്സിലാണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മോട് എങ്ങനെയാണോ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്. നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കും. നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നത് നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാം. നമ്മളോട് മാന്യമായിട്ട് സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് മാന്യമായി സംസാരിക്കും. ശരി, വാഹനമൊക്കെ ഓടിക്കുമ്പോൾ നമുക്കതൊക്കെ നല്ല ശ്രമമാണ് അല്ലേ? ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇടുവന്ന് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചിട്ട് കൈകൊണ്ടെന്ന് ആക്ഷൻ കാണിച്ചിട്ട് ആവശ്യമുള്ളൂ. അതൊക്കെ മാറിയിട്ട് മുഖമൊക്കെ കണ്ട് കറുത്തിട്ട് അല്ല മാനോ ജൂൺ ചിലപ്പോൾ റോട്ട് കയറി എങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഇത്രയൊക്കെ ദേഷ്യം പിടിച്ചാൽ മാത്രം അനക്ക് റൈറ്റ് ഉണ്ടോ? ആർക്കും ഉണ്ടാവില്ല. ഇപ്പൊ അതൊക്കെ എല്ലാവരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഒരു സമയത്ത് നമ്മൾ ഇരയായിരിക്കാം, മറ്റൊരു സമയത്ത് നമ്മളെടുത്തുനിന്നായിരിക്കാം മിസ്റ്റേക്ക് ഉണ്ടാണ്. അപ്പൊ അതൊക്കെ മറന്നിട്ടാണ് ചില ആൾക്കാരെ പെരുമാറ്റം ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മാറ്റിയിട്ട് നമ്മോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്നാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ളതാണ്. 10ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അൽ അമലു ബിതആലിമിദ്ദീൻ. നമ്മളെല്ലാവരും കൂടി ദീന് പഠിച്ചിട്ട് ആ ദീന് ശരിക്കൊണ്ട് പ്രാവർത്തികമാക്കാം. ഫനസൂ ഹല്ലം മിമാ ദുകിറൂ ബിഹി ഫഅഗ്റൈനാ ബൈനഹുമുൽ അദാവത വൽ ബഗ്ദാ എന്ന് ഖുർആൻ പറഞ്ഞു. അവർക്ക് നാം ഉത്ബോധനം നൽകപ്പെട്ടതിനെ അവർ മറന്നു കളഞ്ഞപ്പോ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളുവരേക്കും ഞാൻ വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കി. അപ്പൊ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ദീന് പാലിക്കുക എന്നുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാൻ ഫമതാ വുജിദ അദാവതു വബഗ്ദാ ബൈനൻ നാസ്, എപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുന്നത്? ഫഹാദാ ബിസബബി ഇറാദിഹിം അൻ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോഴാണ് ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇണക്കത്തിന് വിരുദ്ധമാകുന്നത് ദീന് പഠിച്ചിട്ട് അത് പ്രാവർത്തികമാക്കാതെ നിൽക്കുമ്പോൾ. അപ്പൊ ദീന് പഠിച്ചിട്ട് എല്ലാവരും പ്രാവർത്തികമാക്കുക എന്നുള്ള 11ാമത്തെ കാര്യം ഹുസ്നുൽ ഖുൽഖാൻ, സൽ സ്വഭാവത്തോടുകൂടെ പെരുമാറുക, നല്ല ലാളിത്യത്തോടുകൂടെ പെരുമാറുക. ചിലതൊക്കെ നമ്മൾ കണ്ടില്ല നടിക്കുക, ജനങ്ങളോട് വിനയം കാണിക്കുക, നമ്മുടെ ദേഷ്യമൊക്കെ നമ്മൾ നിയന്ത്രിക്കുക, മോശപ്പെട്ട കാര്യങ്ങളെ നല്ല നിലക്ക് എന്ത് ചെയ്യുക, പ്രതികരിക്കുക. അതുപോലെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിക്കുക, മജ്ലിസിൽ അവർക്ക് വിശാലത കൊടുക്കുക, കാര്യങ്ങൾ പരസ്പരം തമ്മിൽ സംസാരിക്കുക, ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ നടത്തുക കുടുംബത്തിലൊക്കെ. അതുപോലെ തന്നെ സന്തോഷമുള്ള സമയത്ത് അവന്റെ സന്തോഷത്തിൽ പങ്കുവെക്കുക, ദുഃഖമുള്ള സമയത്ത് അവന്റെ കൂടെ ദുഃഖത്തിൽ ചേരുക, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ചേർക്കുക, നന്മ ചെയ്ത് അതിനൊരു നന്ദിയുള്ള സ്വഭാവം ഉണ്ടാവുക, പരസ്പരം എളിമയും താഴ്മയും വിട്ടുവീഴ്ചയും കാണിക്കുക. ഇങ്ങനെ സൽ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്കിടയിൽ ഇണക്കമുണ്ടാകും. ഇണക്കം എന്ന് പറയുന്നത് സൽസ്വഭാവത്തിന്റെ ഫലമാണ് എന്നാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നല്ല സൽസ്വഭാവത്തോടു കൂടെ പെരുമാറുക എന്നുള്ളതാണ് സഹോദരന്മാരെ. 12ാമത്തെ കാര്യം, ജനങ്ങളുമായിട്ട് നല്ല നിലക്ക് ഇടപെടുക. നമ്മളെ ഈ പരുഷ സ്വഭാവവും മോശപ്പെട്ട പെരുമാറ്റങ്ങളും അതൊക്കെ ഒഴിവാക്കിയിട്ട് സൗമ്യമായി പെരുമാറുക. 13ാമത്തെ കാര്യം അൽ വഫാ, വിശ്വസ്തത പാലിക്കുക പരസ്പരം എന്നുള്ളതാണ്. 14ാമത്തെ കാര്യം അൽ ഇഅലാമു ബിൽ മഹബ്ബ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാം. അന്ന് പറയില്ല ആൾക്കാരും അല്ലെ. കുട്ടികളോട് ക്യാമ്പസിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഒപ്പം പഠിക്കണോ പറയും ഐ ലവ് യു എന്ന്. അപ്പൊ അയക്കോട് പോകും. കാരണം എന്താ, ആദ്യമായിട്ട് കേൾക്കുകയാണത്. അപ്പൊ നമുക്ക് നമ്മളെ മക്കളോട് പറഞ്ഞൂടെ,
മക്കൾക്ക് പാരന്റ്സിനോട് പറഞ്ഞൂടെ? നമ്മൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട് നമുക്ക് പറഞ്ഞൂടെ? ഇത് ഹറാമായ ലോകത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് തവണ പറയുന്നുണ്ട്, ഇത് ഹലാലായ ലോകത്ത് ആരും പറയുന്നില്ല. അതുകൊണ്ട് ഇണയെ ചേർത്ത് പിടിച്ച് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നതോടുകൂടെ ഒരുപാട് വെറുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ആ മനസ്സ് അലിഞ്ഞു പോകും സഹോദരന്മാർ. ഈ സീക്രട്ടൊന്നും അറിയാതെ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, കുടുംബജീവിതത്തെ ആകെ പാളി നാട്ടിൽ കൂടെ വലിയ പവറിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ദാമ്പത്യ ജീവിതം എന്താണെന്ന് ആസ്വദിക്കാൻ പോലും പറ്റാതെ. സുഹൃത്തുക്കളെ, മനസ്സിണങ്ങിയാൽ പൈസയും നല്ല കാര്യം, മനസ്സിലായല്ലേ? സൗന്ദര്യം നല്ല കാര്യം, മറിച്ച് എന്താണ്? മനസ്സിണങ്ങണം. അത് ഇണങ്ങണമെങ്കിൽ ഇഷ്ടം പ്രകടിപ്പിക്കണം, ആ ഇഷ്ടം പറയണം. റസൂലുള്ളാഹി പറയുന്നത്, ഇദാ അഹബ്ബ അർ-റജുൽ അഖാഹു ഫല്യുഖ്ബിർ അന്നഹു യുഹിബ്ബു. നിനക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നീ അവനോട് പറയണം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വല്ലാഹി ഉഹിബ്ബുക ഫില്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അവനോട് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് സഹോദരന്മാരെ. ഇഷ്ടം അത് എല്ലാവരോടും നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം അവിഹിതങ്ങൾ അറിയിക്കുക എന്നുള്ളതല്ല എന്നത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. 15ാമത്തെ കാര്യം സ്വഫ്, നിസ്കാരത്തിന്റെ സമയം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. തൊടാനും തട്ടാനൊന്നും പറ്റാത്തൊരു പൊന്നുംകട്ടയായിട്ട് നമ്മൾ മാറിയാൽ ആ പൊന്നുംകട്ട ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരും, ആരും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ ഇണക്കവും സ്നേഹവും വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമുക്കിടയിലുള്ള എല്ലാ അകൽച്ചകളും അല്ലാഹു നീക്കിത്തരുമാറാവട്ടെ. ഏറ്റവും നല്ലൊരു കുടുംബം, ഏറ്റവും നല്ല സമൂഹം, ഏറ്റവും നല്ലൊരു സാമൂഹിക അന്തരീക്ഷം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ ഒരുപാട് ആളുകൾ, ഈ പള്ളിയിൽ ഇരുന്നിരുന്ന പലരും, ഖുതുബ കേട്ടിരുന്ന പലരും ഖബറിലാണ്. അല്ലാഹുയുടെ ഖബറിനെ സ്വർഗ്ഗമാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലക്ക് മരിക്കാനുള്ള തൗഫീഖ് നൽകി നമുക്കെല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിനും അള്ളാഹു ഖൈറും ബർക്കത്തും വർദ്ധനവും നൽകുമാറാവട്ടെ. കൂടുതൽ വിനയാന്യതന്മാരായി, കൂടുതൽ ഇൽമും ഈമാനുമുള്ളവരായി മരണം വരെ ദീന് പാലിച്ച് സ്വർഗ്ഗത്തിന് വേണ്ടി മത്സരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ദീനീ ബോധമുള്ള മക്കളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ ഇണകൾക്കിടയിൽ അല്ലാഹു മവദ്ദത്തും റഹ്മത്തും ഏറ്റി നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല സ്നേഹബന്ധത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന അയൽപ്പക്കം അല്ലാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. ഒരു മഹല്ലിലെ ആളുകൾ എന്ന നിലക്ക് പരസ്പരം ഇണങ്ങി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സാഹോദര്യവും ഐക്യവും ഈ ജനാധിപത്യവും നിലനിർത്തുമാറാവട്ടെ. അനൈക്യവും കലാപവും ഇല്ലാതാക്കുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.